ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് നല്ലൊരു അടിപൊളി നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ടാലോ. ഞാൻ തയ്ച്ചിട്ടുള്ള ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുള്ള നൈറ്റിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ നൈറ്റിയാണ് ഇപ്പോൾ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പോകുന്നത്. തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ്. നിങ്ങളിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റഡായി കാണണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ മെറ്റീരിയൽ നന്നായി അയൺ ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് അളവ് നൈറ്റി തന്നിട്ടുണ്ട് കസ്റ്റമർ, നമുക്ക് അത് വെച്ചാണ് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ അളവ് നൈറ്റിയിൽ നിന്ന് കഴുത്തിൻ്റെ വിഡ്ത്ത് അളന്നെടുത്തതിന് ശേഷം നമുക്ക് മെറ്റീരിയൽ വരച്ചെടുക്കാം. 3 ഇഞ്ചാണ്, 6 ഉണ്ട്, 6ൻ്റെ പകുതി 3. അപ്പോൾ നമുക്ക് 2.25 എടുത്താൽ മതി. നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് 3 ആകും. ഞാനപ്പോൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 5.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്ത് ഒരു സ്ക്വയർ ഷേപ്പും വരച്ച് അതിൻ്റെ ഒപ്പം തന്നെ ബാക്ക് നെക്കും വരച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിന് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്, അതും വരച്ചെടുത്ത് അതിന് ശേഷം ഷോൾഡർ അടയാളപ്പെടുത്തുക. നമുക്ക് ഈ ഫോൾഡ് ചെയ്ത വശത്ത് തന്നെയാണ് ഷോൾഡറും ചെസ്റ്റും എല്ലാം അടയാളപ്പെടുത്തുന്നത്. നാം ഇപ്പോൾ ഷോൾഡർ 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി, അത് നമ്മൾ താഴേക്കും 8.5 തന്നെ കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ ചെസ്റ്റാണ് അടയാളപ്പെടുത്തുന്നത്. 23 ഉണ്ടായിരുന്നു നമ്മുടെ അളവ് തന്നാക്കണ നൈറ്റിക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ നേർപ്പകുതി 11.5 ഇഞ്ച് ഷോൾഡർ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയതിന് തൊട്ടിപ്പുറത്തായിട്ട് അടയാളപ്പെടുത്തി. ഇനി കൈക്കുഴി താഴേക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ചെസ്റ്റും താഴേക്ക് വരച്ചെടുക്കുക. 11.5 നമ്മൾ കൊടുത്താക്കണത്. ഇത് നമുക്ക് യോക്ക് പോർഷന് വേണ്ടിയിട്ടാണ്. ഷോൾഡറിൽ നിന്ന് താഴേക്ക് 10 ഇഞ്ച് അവിടെ നിന്ന് നമ്മൾ കൈക്കുഴി വരച്ചെടുത്തേക്ക് ഇതുപോലെ ചരിച്ച് വരയ്ക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം. സ്ലീവ് റൗണ്ട് 6.5, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ അവിടെ ചെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് ഇതുപോലെ ചരിച്ച് വെച്ച് വരയ്ക്കണം. നമുക്കിതുപോലെ നേരത്തെ നമ്മൾ 10 ഇഞ്ച് വരച്ചില്ലേ, അതുപോലെ തന്നെ ഓപ്പണായ സൈഡിലും 10 ഇഞ്ച് തന്നെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്കേർട്ടിനുള്ളത് വരച്ചെടുക്കാം. നമ്മൾ ആ വരച്ചതിൽ കൂടി നമുക്കൊരു 3/4 ഇഞ്ച് ഇത് ചരിച്ച് വെച്ച് പിടിക്കണം. അതെവിടെയാണോ വന്നത് അവിടെ വെച്ച് ഇതുപോലെ ചരിച്ച് വെച്ച് വരയ്ക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്കേർട്ട് പോർഷനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്ക് യോക്ക് പോർഷന് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് യോക്ക് പോർഷനിലുള്ളതാണ്. നമുക്കിത് ബാക്കിൻ്റെ ഫ്രണ്ടും രണ്ടാക്കി എടുക്കാം. ആദ്യം ഞാൻ ബാക്കിലേക്കുള്ള കഴുത്ത് വെട്ടുന്നുണ്ട്. അതിനുശേഷം ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ച് ഫ്രണ്ടിലത്തെ കഴുത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാം. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ലല്ലോ. നമുക്കിത് സ്ലീവിന് വന്ന പോർഷനാണ് കേട്ടോ, അത് വെട്ടിക്കളയരുത്. നമ്മൾ നേരത്തെ ആ വരച്ച പോലെ തന്നെ ചരിച്ച് വെച്ച് ഇതുപോലെ വരച്ചെടുക്കാം. ഈ സൈഡിൽ കാണുന്നത് സ്ലീവാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതെല്ലാം ഒന്ന് വെച്ച് നോക്കണേന് കറക്റ്റ് അല്ലേ എന്ന്. ആ യോക്ക് പോർഷൻ നമ്മൾ വെട്ടിയത് ഇത് ചെസ്റ്റും സ്ലീവും കൂടി വന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഇനി നമുക്കതെല്ലാനും തയ്ക്കാനായി കറക്റ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി നെക്ക് ഒരു വേസ്റ്റായി വന്ന തുണി ഇതുപോലെ വെച്ച് നമുക്ക് നെക്കിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. എനിക്കൊരു ഇച്ചിരി ബാലൻസ് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ക്രോസ് പീസ് വെച്ചടിക്കാണ്ട് ഇതുപോലെ നല്ലൊരു തുണി തന്നെ എനിക്ക് കിട്ടി. ഇനി നമുക്ക് കഴുത്ത് നല്ല വശവും കൂടി വെച്ച് ഇതുപോലെ അടിച്ചെടുത്ത് ഉള്ളിലേക്ക് മറച്ചിട്ട് തയ്ക്കാം.
നമ്മൾ യോക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ഷോൾഡർ എല്ലാം കൂട്ടിയതിന് ശേഷമാണ് നൈറ്റിയുടെ ഫ്രണ്ട് പീസിലും ബാക്കിലും ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് അടിക്കാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ബാലൻസ് കുറച്ച് തുണി കൂടുതൽ വന്നതുകൊണ്ട് ക്രോസ് പീസിനും നെക്കിനുള്ളതൊക്കെ ആവശ്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ക്രോസ് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് ബാക്ക് നെക്കിലേക്ക് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ക്രോസ് പീസ് വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിരിഞ്ഞു പോവുകയും അതൊരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. ആ തുണി ആ ലെവലിൽ തന്നെ അതിനെ വിട്ടേക്കണം. നമുക്കിനി അതൊന്ന് പതിപ്പിച്ച് തയ്ക്കാം. നൈറ്റിയൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമായതുകൊണ്ട് പതിപ്പിച്ചൊക്കെ തയ്ക്കുമ്പോൾ നല്ല വിട്ടു പോകാണ്ടിരുന്നോളും. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. രണ്ടടിപ്പിട്ട് അറ്റത്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് ഇതുപോലെ ഉള്ളിലേക്കിട്ട് തയ്ച്ചെടുക്കാം. ഇത് നമ്മൾ ചെസ്റ്റ് പോർഷൻ കൂട്ടണേണ്. നമ്മൾ സ്ലീവിന് സെപ്പറേറ്റ് കട്ടിങ് ഇല്ല കേട്ടോ. രണ്ടടിപ്പിട്ട് മുകളിലാക്കി ഇതുപോലെ പതിപ്പിച്ച് തയ്ച്ചെടുക്കുക. രണ്ട് സൈഡും ഞാൻ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിവർത്തിയിടുമ്പോൾ പിന്നെ കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്ന് സെൻറ്റർ കണ്ടിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച് ഗ്യാപ്പ് ഇടണം. നമുക്ക് പടിയും വെക്കേണ്ടതാണ്. ഫ്ലീറ്റൊക്കെ വരുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അതിനാണ് അങ്ങനെ 2 ഇഞ്ച് ഗ്യാപ്പ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ബോഡി പോർഷൻ എടുക്കാം. താഴേക്കുള്ള സ്കർട്ട് പോർഷനില്ലേ അതിൻ്റെ സെൻറ്റർ കണ്ട് 2 ഇഞ്ച് ഗ്യാപ്പ് ഇടണം. ഇത് നമുക്ക് സ്ലീവിൻ്റെ പോർഷനാണ് ഇപ്പോൾ കാണിച്ചത്. അത് വിട്ടിട്ട് ആ ചരിവുള്ള വശം ഇതുപോലെ മെറ്റീരിയൽ രണ്ടെണ്ണത്തിൻ്റെ ചരിവുള്ള വശം തമ്മിൽ യോജിപ്പിച്ച് ഇതുപോലെ അറ്റത്തെത്തുമ്പോൾ കുത്തി നിർത്തി മെറ്റീരിയൽ എല്ലാം കറക്റ്റ് ചെയ്യണം. ഞാൻ ചെസ്റ്റ് ഫ്രണ്ടിൽ മൊത്തം ഫ്ലീറ്റ് ഇടുന്നില്ല. ആ ഒരു നമ്മുടെ ആ ബ്രസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ മാൻസിയൊക്കെ തയ്ക്കുമ്പോഴാണ് ആ ഒരു കോർണറിൽ നിന്ന് ഇപ്പുറത്തെ കോർണർ വരെ കംപ്ലീറ്റ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതതുപോലെയല്ല. അതുപോലെ സെൻറ്ററിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് 2 ഇഞ്ച് ഗ്യാപ്പിലേക്ക് അടിച്ചു കൊടുക്കുക. 2 ഇഞ്ച് ഗ്യാപ്പിന് ശേഷം ഇതുപോലെ ഫ്ലീറ്റൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഒരു ഫ്ലീറ്റും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കറക്റ്റായി കിട്ടി. അത് പതിപ്പിച്ച് ഒരു 2 തയ്യലും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാണ്ട് നമ്മൾ അവിടെ ഒരു പടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമുക്ക് പടി തയ്ക്കാനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. 4 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളമുള്ളൊരു തുണിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്താക്കുന്നത്. നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ സെൻറ്റർ കണ്ട് പടിക്ക് വേണ്ടിയിട്ടുള്ള തുണി ഇതുപോലെ മടക്കി സെൻറ്ററിൻ്റെ ഇപ്പുറത്തിട്ട് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. ഒരു 2 ഇഞ്ച് മുകളിൽ വെച്ച് കുത്തി നിർത്തി സൂചി കുത്തി നിർത്തി ഇതുപോലെ പടി ഷേപ്പ് ചെയ്ത് അടിച്ചെടുക്കാം. ഇനി ബാക്ക് പോർഷൻ്റെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എടുത്താക്കണത് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് 2 സൈഡിലേക്ക് അടയാളപ്പെടുത്തി സ്ലീവിൻ്റെ ഭാഗത്തിട്ട് അടിക്കാണ്ട് ചെസ്റ്റ് പോർഷൻ രണ്ടും ജോയിൻറ്റ് ചെയ്ത് ഇതുപോലെ സെൻറ്ററിൽ ഫ്ലീറ്റ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കുമല്ലോ. ബാക്ക് പോർഷൻ നല്ല വൃത്തിക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പെല്ലാം മുകളിലേക്ക് ഇങ്ങനെ പൊക്കി വെക്കണം. താഴേന്ന് ഞാനിപ്പോൾ കൈയും കൊണ്ട് അത് പൊക്കി വെക്കണേ കേട്ടോ. പിന്നെ ഇതുപോലെ ആ തയ്യലിൻ്റെ മുകളിൽ കൂടി പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്യൽ നല്ല സെക്യൂറായിട്ട് ഇരുന്നോളും, വിട്ടൊന്നും പോരില്ല. അതുപോലെ നമുക്ക് ഫ്രണ്ട് പീസിൽ നമുക്കിതുപോലെ പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാനും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് 6.5 ഇതിപ്പോൾ ഞാൻ സ്ലീവിൻ്റെ അറ്റത്ത് മടക്കി തയ്ക്കുകയാണ്. രണ്ട് സ്ലീവും ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് നൈറ്റി കൂട്ടി തയ്ക്കാം. സ്ലീവ് റൗണ്ട് 6.5. ഇനി നമുക്ക് ലോക്ക് ചെയ്ത് താഴേക്ക് മെറ്റീരിയൽ കറക്റ്റ് ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. 2 സൈഡ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ തയ്ച്ചെല്ലാം കഴിഞ്ഞ് താഴേൽ മടക്കി തയ്ക്കുകയാണ്. നൈറ്റിയുടെ താഴേൽ മടക്കി തയ്ക്കുകയാണ്. നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.